നമസ്കാരം, സുധീഷ് ചെമ്പകശ്ശേരിയാണ്. അപ്പൊ ഞാൻ എന്നുള്ളത് ഇവിടെ ഒരു ആകാശപ്പറവകൾ പറഞ്ഞു കഴിഞ്ഞാൽ കുറെ വയ്യാത്ത ആളുകളെയും അതുപോലെ തന്നെ വയസ്സായ ആരും ഇല്ലാത്ത ആളുകളെയും ഒക്കെ സംരക്ഷിക്കുന്ന ഒരു കേന്ദ്രമാണ്. അപ്പൊ ഞാൻ സ്വതവേ ഓണം ആഘോഷിച്ചിട്ടില്ല. ഇതുവരെ ആദ്യമായിട്ടാണ് ഒരു പൂക്കളൊക്കെ ഇട്ട് ഇതേമാതിരി ഒരു ഓണാഘോഷ പരിപാടിയിൽ ഞാനും പങ്കെടുക്കുന്നത്. സ്വതവേ ഓണാഘോഷങ്ങളൊന്നും മാറിയേക്കാറ പതിവ്. പക്ഷെ ഇന്ന് ഇത്തരത്തിലൊരു പരിപാടി ഇത് പറഞ്ഞു കഴിഞ്ഞാൽ കാരണം 97 SSLC 97 ബാച്ച് മിന്നാമിന്നിക്കൂട്ടം പറഞ്ഞിട്ട് ഒരു ഗ്രൂപ്പ് ഉണ്ട്. ആ ഗ്രൂപ്പിലുള്ള ആളുകളാണ് ഇപ്പൊ ഈ നിൽക്കുന്നതൊക്കെ. അപ്പൊ എല്ലാവരുടെ ഒരു കൂട്ടായ്മയിലാണ് ഇവിടേക്ക് വരുന്നത്. അപ്പൊ എന്തായാലും ഇങ്ങനെ ഒരു പ്രോഗ്രാം ആയതുകൊണ്ടാണ് തീർച്ചയായിട്ടും ഒരു ഓണാഘോഷ പരിപാടിയിൽ ഞാൻ പങ്കെടുത്തിട്ടുള്ളത്. അപ്പൊ ഇതിന്റെ ബാക്കി കാര്യങ്ങളും ഇതിന്റെ പ്രവർത്തനങ്ങളെ കുറിച്ചൊക്കെ എന്തായാലും പ്രവീൺ ആളുകളൊക്കെ ഇവിടെ ഉണ്ട്, അവർ സംസാരിക്കും. എന്തായാലും എനിക്ക് വളരെയധികം ഒരു വ്യത്യസ്തമായ ഒരു അനുഭവമാണ് കേട്ടോ. കാരണം വർഷങ്ങൾക്ക് എനിക്ക് തോന്നുന്നത് ഏറ്റവും ചെറുപ്പത്തിലത്തെ എവിടെ ഇങ്ങനെ പൂക്കളിട്ടില്ലെങ്കിൽ അങ്ങനെയൊക്കെ പോയി നിന്നൊരു ഇത് മാത്രമേ എനിക്കുള്ളൂ. അതിനുശേഷം ഞാൻ മാറി നിൽക്കാറ് പതിവ് ഓണങ്ങളെന്നൊക്കെ. പക്ഷെ ഇന്ന് ഇവിടെ വന്നപ്പോൾ എനിക്കും വ്യത്യസ്തമായിട്ടുള്ള അനുഭവമാണ്. അപ്പൊ എന്തായാലും ഇതിന്റെ വീഡിയോ ഇവിടുത്തെ ചെയ്യുന്ന പരിപാടികളും ഇവിടുത്തെ പൂക്കളം അതുപോലെ തന്നെ ഇവിടുത്തെ ആളുകൾക്ക് ഓണസദ്യ എല്ലാവർക്കും അങ്ങനെ എല്ലാം ഒരുക്കിയിട്ടുണ്ട്. അപ്പൊ ഇതിന്റെയൊക്കെ വീഡിയോ ഞാൻ വിശദമായിട്ട് കാണിച്ചു തരാം. എല്ലാ വീഡിയോകളും നിങ്ങൾ വൈറലാക്കാറുണ്ട്, അത് അത്യാവശ്യം ലക്ഷക്കണക്കിന് ആളുകളിലേക്ക് എത്തിക്കാറുണ്ട്. അപ്പൊ തീർച്ചയായിട്ടും ഞങ്ങളുടെ ഒരു കൂട്ടായ്മയുടെ വീഡിയോ ആണത്. അപ്പൊ ഇതും കൂടി നിങ്ങൾ ഏറ്റെടുക്കുക, എല്ലാ ആളുകളിലേക്ക് എത്തിക്കുക. അപ്പൊ ഈ വീഡിയോയുടെ കാര്യങ്ങളെ കുറിച്ചൊക്കെ പ്രവീൺ സംസാരിക്കും. അപ്പൊ ഞാൻ ഇതിന്റെ ഫുൾ വീഡിയോ കാണിച്ചു തരാം കേട്ടോ. ഇത് ഞാൻ ഫേസ്ബുക്കിൽ യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യും. ഫേസ്ബുക്കിൽ ആദ്യമായിട്ട് വീഡിയോ കാണുന്ന ആളുകളാണെങ്കിൽ ഒന്ന് പേജ് ഫോളോ ചെയ്തിട്ട് വീഡിയോ കാണാം. യൂട്യൂബിലാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് കൊടുക്കുക, മാക്സിമം ലൈക്ക് ഷെയർ കമന്റ് ചെയ്യുക കേട്ടോ. ഓക്കെ, നമസ്കാരം. ഞങ്ങള് 97 മിന്നാമിന്നിക്കൂട്ടാണ്, കാട്ടുകുളം സ്കൂളില് 97 SLC ബാച്ച്. അപ്പൊ ഞങ്ങൾ കഴിഞ്ഞ 2-3 വർഷങ്ങളായിട്ട് ഇങ്ങനെ ഓണാഘോഷം പല രീതിയിൽ സംഘടിപ്പിച്ചു. ഓൺലൈൻ ഓണാഘോഷമൊക്കെ ആയിട്ട് നമ്മുടെ ഇടയിൽ ആൾക്കാരുടെ മത്സരങ്ങളും കാര്യങ്ങളൊക്കെ ആയിട്ട്. അപ്പൊ ഇക്കുറി ഞങ്ങൾ ചിന്തിച്ചു, നമ്മുടെ ഇടയിൽ മാത്രം പോരെ, സമൂഹത്തിലേക്കും കൂടി ഇറങ്ങിയിട്ട് നമുക്ക് പറ്റാവുന്ന കുറച്ച് നല്ല കാര്യങ്ങൾ ഓണക്കാലത്ത് ചെയ്താലോ. ഞങ്ങൾ അതല്ലാതെ തന്നെ പല കാര്യങ്ങളും ചെയ്യുന്നുണ്ട്. അപ്പൊ ഇപ്രാവശ്യം ഞങ്ങള് എന്താ ആലോചിച്ചാല്, സ്നേഹത്തിൻ ഒരില സദ്യ, ഒരില മിന്നാമിന്നി സദ്യ എന്ന പേരിൽ ഞങ്ങളുടെ ഗ്രൂപ്പിൽ ഒരു മെസ്സേജ് ഇട്ടതാണ്. നമുക്ക് 1-2 ഇലകളൊക്കെ സ്പോൺസർ ചെയ്തിട്ട് നമുക്ക് പറ്റുമെങ്കിൽ ഓണസദ്യ ഇതുപോലെ ഉള്ള അനാഥാലയങ്ങളിലോ അല്ലെങ്കിൽ അതുപോലെ എന്താ പറയുക ശാരീരികവും മാനസികവുമായിട്ട് ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ആൾക്കാർക്ക് കൊടുത്താലോ എന്നൊരു ഞങ്ങളുടെ കമ്മിറ്റിയിൽ ഒരു ചർച്ച വന്നതിന്റെ അടിസ്ഥാനത്തിലാണ് ഇത് നമ്മൾ തുടങ്ങിയത്. ഒരു 50-60 പേർക്ക് സദ്യ കൊടുക്കണം എന്നുള്ളതായിരുന്നു ഞങ്ങളുടെ ഒരു പ്ലാൻ. പക്ഷെ ആ ഒരു മെസ്സേജ് ഗ്രൂപ്പിലിട്ടപ്പോൾ 1-2 ദിവസം കൊണ്ട് ഞങ്ങൾ പോലും പ്രതീക്ഷിക്കാത്ത രീതിയിൽ ഒരുപാട് പേർക്ക് സദ്യ കൊടുക്കാൻ വേണ്ടി ഞങ്ങളും ഇവിടെ എത്തിയവരും അല്ലാത്തവരുമായിട്ട് ഒരുപാട് പേര് മുന്നിലേക്ക് വന്നു. 100-300ഓളം പേർക്ക് ഞങ്ങൾ ഓണസദ്യ കൊടുക്കുന്നുണ്ട് ഈ ഓണക്കാലത്ത്. അപ്പൊ ഇവിടെ 10-120 പേരുണ്ട്. അതല്ലാതെ വേറെ 1-2 സ്ഥലങ്ങളിലും ഞങ്ങൾ ഇതുപോലെ ചെയ്യുന്നുണ്ട്. അപ്പൊ ഇതിൽ ഞങ്ങൾ ഉദ്ദേശിക്കുന്നത് എന്താ വെച്ചാല്, സമൂഹത്തില് പല കാരണങ്ങളാൽ പിന്നോട്ട് നിൽക്കുന്നവരെ കൂട്ടിച്ചേർത്ത് പിടിച്ചിട്ട് നമുക്കാവുന്ന പോലെ ഞങ്ങൾ ഒപ്പം കൊണ്ടു നടത്താനുള്ള ശ്രമമാണ്. അപ്പൊ അത് എത്രത്തോളം വിജയിക്കുമെന്ന് അറിയില്ല. ഇനിയും ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ചെയ്യാനുണ്ട്. ഇതുപോലത്തെ അനാഥ മന്ദിരങ്ങളിൽ ഭക്ഷണത്തിന് വലിയ ബുദ്ധിമുട്ടില്ല എന്നൊക്കെ അവർ പറഞ്ഞു. അവർക്ക് വേറെയും സാധനങ്ങളൊക്കെ വേണം, പുതപ്പുകള്, വാക്കറുകള്, മറ്റേ വീൽ ചെയറുകള്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ വേണം. അപ്പൊ അതൊക്കെ ഞങ്ങളിങ്ങനെ പ്ലാനിങ്ങിലുണ്ട്, ഞങ്ങളുടെ എന്തൊക്കെ ചെയ്യാൻ പറ്റുമെന്നുള്ളത്. അപ്പൊ എന്തായാലും അതുപോലത്തെ കാര്യങ്ങളായിട്ട് ഞങ്ങൾ മുന്നിലേക്ക് പോവാണ്. അപ്പോൾ ഞങ്ങള് കാട്ടുകുളം ഹൈസ്കൂളിലെ 97 SLC ബാച്ച് പൂർവ്വ വിദ്യാർത്ഥി സംഘടനയാണ്. എല്ലാവർക്കും ഈ സമത്വത്തിന്റെയും സഹോദര്യത്തിന്റെയും സ്നേഹത്തിന്റെയും പൊന്നോണം ആണ്. അതുകൊണ്ട് എല്ലാവർക്കും ഹൃദ്യമായ ഓണാശംസകൾ നേരുന്നു. ഹാപ്പി ഓണം. കാലഘട്ടം 1997. കാട്ടുകുളം ഹയർ സെക്കൻഡറി സ്കൂളിൻ്റെ തിരുമുറ്റത്ത് കളിച്ചും ചിരിച്ചും പിണങ്ങിയും ഇണങ്ങിയും നടന്നിരുന്ന ഒരു കൂട്ടം വിദ്യാർത്ഥികൾ വർഷങ്ങൾക്കിപ്പുറം തുടങ്ങിയ ഒരു കൂട്ടായ്മയുടെ പേരാണ് മിന്നാമിന്നിക്കൂട്ടം. മിന്നാമിന്നിക്കൂട്ടം രൂപീകൃതമായതിനു ശേഷം സ്കൂൾ ജീവിതത്തിൻ്റെ വഴിപിരിഞ്ഞുപോയ ഓർമ്മകളെ വീണ്ടെടുക്കുക മാത്രമല്ല, ഒരു കൂട്ടം സൗഹൃദങ്ങളുടെ കൂട്ടായ്മയിലൂടെ സേവനങ്ങളുടെ സമസ്ത മേഖലകളിലും എന്തൊക്കെ ചെയ്യാൻ കഴിയുമെന്ന ഓരോ വ്യക്തി ജീവിതത്തിൻ്റെയും അനുഭവ തീക്കരുത്തിൻ്റെ നിശ്ചയദാർഢ്യം കൂടിയായിരുന്നു. കൂടെയുള്ളവരെല്ലാം ആൺപെൺ ഭേദമില്ലാതെ കൂടപ്പിറപ്പുകളാണെന്ന ചേർത്ത് നിർത്തലിൻ്റെ നേർസാക്ഷ്യമായിരുന്നു. ഓരോ കൂടിച്ചേരലുകളിലും സമൂഹ നന്മയ്ക്കായുള്ള ഉയർന്നുവരുന്ന തീരുമാനങ്ങളെ നെഞ്ചേറ്റിയ
മിന്നാമിന്നിക്കൂട്ടം അതെല്ലാം നടപ്പിലാക്കുകയും ചെയ്തു. ഓണത്തെയും വരവേറ്റത് അങ്ങനെ തന്നെയാണ്. സമൂഹത്തിലെ ഒറ്റപ്പെട്ടു പോയവരെയും നിരാലംബരെയും ചേർത്ത് നിർത്തി അവരോടൊപ്പം ആടിയും പാടിയും സദ്യ കഴിച്ചും ഓണം അവരുടേതാണെന്ന് കൂടി തിരിച്ചറിഞ്ഞ് ചേർത്ത് നിർത്തിയ മിന്നാമിന്നിക്കൂട്ടം സമൂഹത്തിന് തന്നെ ഒരു ഉത്തമ മാതൃകയാണ്. കട്ടയിൽ കിടന്ന് കതിരാവുന്ന നിരവധി ജീവിതങ്ങൾക്കിടയിൽ ഇനിയും ഒരു തരി വെട്ടമായി കാലത്തിൻ്റെ ബന്ധനങ്ങളില്ലാതെ സ്നേഹത്തിൻ്റെയും കാരുണ്യത്തിൻ്റെയും സഹാനുഭൂതിയുടെയും നേർക്കാഴ്ചകളുമായി ഒരു അശ്വമേധം പോലെ മിന്നാമിന്നിക്കൂട്ടം ഇനിയും യാത്ര തുടരട്ടെ. അങ്ങനെ കാലം കാത്തിരിക്കുന്ന നന്മയുടെ കണക്ക് പുസ്തകത്തിൻ്റെ അക്ഷരത്താളുകളിൽ ഒരു പേരുകൂടെ എഴുതി ചേർക്കപ്പെടും. മിന്നാമിന്നിക്കൂട്ടം 97. മനുഷ്യരെല്ലാരും ഒന്നുപോലെ ആമോദത്തോടെ പൂർവ്വ വിദ്യാർത്ഥികൾ എല്ലാവരും കൂടി ഇന്ന് നമ്മളോടൊപ്പം ഓണം ആഘോഷിക്കുകയാണ്. അപ്പോൾ എല്ലാവർക്കും ഓണത്തിൻ്റെ എല്ലാവിധ ഭാവങ്ങളും എല്ലാവിധ അനുഗ്രഹങ്ങളും പ്രത്യേകമായിട്ട് ആശംസിക്കുകയാണ്. നമുക്കെല്ലാവർക്കും ഇവരെ ഒന്ന് കൈയടിച്ചുകൊണ്ട് സ്വാഗതം ചെയ്യാം. നന്മകൾ എന്തെങ്കിലും ചെയ്യാനുള്ള ഉദ്ദേശം കൊണ്ട് മാത്രമാണ് മിന്നാമിന്നിക്കൂട്ടം എന്നൊരാശയം ഉടലെടുത്തത്. അത് ഇപ്പോൾ എനിക്ക് തോന്നുന്ന ഒരു 3 വർഷമായിട്ടുണ്ടാവും നമ്മളെല്ലാവരും ഒത്തുകൂടി. അതുപോലെ തന്നെ ഇനിയും ഒരുപാട് ഓണങ്ങൾ വരാം. നമ്മൾ ഉള്ളിടത്തോളം കാലം ഇങ്ങനെ നമ്മളെല്ലാവരും നമുക്ക് അച്ഛനമ്മ അതുപോലെ ഇവരെയും ഉൾക്കൊണ്ടുകൊണ്ട് നമ്മളൊപ്പം ചേർത്തി നിർത്തി മുന്നോട്ട് പോകാൻ തന്നെ കാലം ആപത്തന്നാർക്കുമൊട്ടില്ല താനും. ആധികൾ വ്യാധികൾ ഒന്നുമില്ല, ബാലമരണങ്ങൾ കേൾപ്പാനില്ല, കള്ളവുമില്ല ചതിയുമില്ല, എള്ളോളമില്ല പൊലിവചനം. നല്ല മഴ. നമ്മുടെ ഈ കൂട്ടായ്മയുടെ പേര് മിന്നാമിന്നിക്കൂട്ടം. നമ്മൾ എത്തിച്ചേർന്നത് ആകാശപ്പറവകൾക്ക് അടുത്താണ്. സാമ്യം കൊണ്ട് 2 കൂട്ടർക്കും പറക്കാൻ സാധിക്കും. ആകാശത്തു കൂടെ പറക്കണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ കൂടി ചില സാഹചര്യങ്ങൾ അവരെ ഇങ്ങനൊരു അവസ്ഥയിലേക്ക് എത്തിച്ചേ. പക്ഷെ നമ്മൾ മിന്നാമിന്നിക്കൂട്ടെന്ന് പറയുമ്പോൾ സ്വയം മിന്നാനുള്ളൊരു കഴിവ്. ഞാനിങ്ങോട്ട് വരുമ്പോൾ നമ്മുടെ സുഹൃത്തുക്കളോട് പറഞ്ഞു, ഒരു പക്ഷേ നാളെ ഈ ആകാശപ്പറവകൾക്കിടയിൽ നമ്മളും ഒരു പക്ഷേ ഇരിക്കേണ്ടി വരും. കാരണം അച്ഛൻ, അമ്മ, കുടുംബം, ബന്ധങ്ങൾ ഇതൊക്കെ വിലയില്ലാതായി പോയി. ഇപ്പം എൻ്റെ മകൻ എന്നെക്കാട്ടിലും വലുതായി. അവന് അവൻ്റെ സാഹചര്യങ്ങളും കാര്യങ്ങളുമായിട്ട് ഒത്തുപോകാൻ നമുക്ക് സാധിക്കില്ലെങ്കിൽ നമ്മൾ ഔട്ടാവും. പല പല ജന്മം ഞാൻ നിന്റെ കളമുരളിയിൽ സംഗീതമായി, ഗുരുവായൂരപ്പ നിൻ മുന്നിൽ ഞാനൊരുകുന്നു കർപ്പൂരമായി. പല പല ജന്മം ഞാൻ നിന്റെ കളമുരളിയിൽ സംഗീതമായി. മാവേലി നാടു വാണിടും കാലം മനുഷ്യരെല്ലാരും ഒന്നുപോലെ ആമോദത്തോടെ വസിക്കും കാലം ആപത്തന്നാർക്കുമൊട്ടില്ല താനും. ആധികൾ വ്യാധികൾ ഒന്നുമില്ല, ബാലമരണങ്ങൾ കേൾപ്പാനില്ല, കള്ളവുമില്ല ചതിയുമില്ല,
എള്ളോളമില്ല പൊലിവചനം. നല്ല മഴ പെയ്യും വേണ്ടും നേരം, നല്ല പോലെല്ലാ വിളവും ചേരും. വേദിയർ വേദവും സംഗീതവും യാഗാദി കർമ്മം മുടങ്ങിടാതെ. നല്ലവരല്ലാതെ ഇല്ല പാരിൽ, ഭൂലോകമൊക്കെയും ഒന്നുപോലെ. നാരിമാർ ബാലൻ വന്നല്ലോ, പതിരയിൽ നിന്നല്ലോ, സുൽത്താനും വന്നല്ലോ. വെള്ളപ്പൂഞ്ചലത്ത വെള്ളപ്പട്ടിൻ കുപ്പായം വെള്ളിച്ചലിക്കിണത്തിൽ മിന്നും മൂന്ന് നട്ടങ്ങൾ. വെള്ളപ്പൂഞ്ചലത്ത വെള്ളപ്പട്ടിൻ കുപ്പായം വെള്ളിച്ചലിക്കിണത്തിൽ മിന്നും മൂന്ന് നട്ടങ്ങൾ. ചുണ്ടിലെന്റെ നനന കവിത നദര കാന്തിയോ ഓമലേ പറയുമോ വിണ്ണിൽ നിന്നും പാറി വന്ന ലാവണ്യമേ വൈശാഖസന്ധി നിൻ ചുണ്ടിലെന്റെ ഒരു യുഗ ഞാൻ തപസിരുന്നു ഒന്ന് കാണുവാൻ. കഴിഞ്ഞ കാലം ഒഴിഞ്ഞ സുമം പൂത്തുവിടുന്നു മുഖമായി മനസ്സിൽ ഘനമായി നീയുണം. ഉലകമുകളമീതിലെ വാങ്ങും വൈശാഖസന്ധി നിൻ ചുണ്ടിലെന്റെ മദന കിരണ നദര കാവ്യോ. കുയിലേ ശരി ഒന്ന് കേള്, ഒന്നെ മാളയിലെ നാട് എന്റെ നാട്. മുത്ത് മുത്ത് കണ്ണാലെ സുത്തി വന്ന പിന്നാലെ കാലേ കാലേ ഒരു മാടൻ നീ വളരുന്നു അതിനാലെന്റെ അടികളയുന്നു. അറിയാനായി നീ ദുനിയാവില്ലാതെ തേടുന്നു. പയറിയൊരു വഴിയില്ല, ഉറുതുണിമാക്കാൻ മറുതുണിയില്ല. മകളെ നിങ്കതയറിയാതൊരു കൈയില്ല. കുഞ്ഞിക്കൈകൾ ഓണവില്ലില്ലേ ഇനി പുൽകാന കൊതിയോളം മരിക്കാറും. ഓണപ്പാട്ടിൻ തുമ്പപ്പൂവി ഇനി തഴുകാനായി കുളിർക്കാറ്റിൻ കുഞ്ഞിക്കൈകൾ. ഓണവില്ലു ഞാനാടും മണ്ണാട്ടിക്കിളിയെ ഇനി പുൽകാനായി കൊതിയോളം. தகைமீது காணும் யாவும் தண்ணீர் போடும் கோலம் நிலைக்காகம்மா. யாரோடு யார் வந்தது நாம் போகும்போது, யாரோடு யார் போவது. இறந்தால் பாதை ஊற்றுவார் இங்கே, இறந்தால் பாதை ஊற்றுவார். உண்டானது இரண்டாவதுதான், ஊர்போவது நாலாவதுதான். கழுவோடு வந்தது தெருவோடு போனது. நூற்றாண்டு சிற்பங்கள் உங்கள் பக்கத்தில வந்து நின்றானே என்று சொன்னானே ஓடும் பக்கத்தில. கண்ணே கலைமானே உன்னை நான் கண்டு ஆதிராரோ சுராதி ஆதிராரோ. മാവേലി നാടുവാണിടും കാലം മനുഷ്യരെല്ലാരും ഒന്നുപോലെ. ആമോദത്തോടെ വസിക്കും കാലം ആപത്തന്നാർക്കും ഒട്ടില്ല താനും. ആധികൾ വ്യാധികൾ ഒന്നുമില്ല, ബാലമരണങ്ങൾ കേൾപ്പാനില്ല. കള്ളവുമില്ല ചതിയുമില്ല,
പോലിവചനം. നല്ല മഴ പെയ്യും വേണ്ടും നേരം, നല്ല പോലെല്ലാ വിളവും ചേരും. വേദിയർ വേദവും സംഗീതവും യാഗാദി കർമ്മം മുടങ്ങിടാതെ. നല്ലവരല്ലാതെ ഇല്ല പാരിൽ, ഭൂലോകമൊക്കെയും ഒന്നുപോലെ. നാരിമാർ ബാലന്മാർ മറ്റുള്ളോരും ആമോദത്തോടെ വസിക്കും കാലം. മാവേലി നാടു പണിടും കാലം, മനുഷ്യരെല്ലാരും ഒന്നുപോലെ. ആമോദത്തോടെ വസിക്കും കാലം, ആപത്തങ്ങാർക്കും ഒട്ടില്ല താനും.